നമ്മുടെ ചെമ്പനീർ പൂവിൽ പ്രിയ തിരികെ വരുമോ? ഇതാ അതിന് ഉത്തരവുമായിട്ട് നമ്മുടെ അണിയറ പ്രവർത്തകർ തന്നെ എത്തിയിരിക്കുകയാണ് നമ്മുടെ മുന്നിലേക്ക് കേട്ടോ. അപ്പൊ എന്തായാലും കുറച്ചൊരു എനിക്കും നിങ്ങളെ പോലെ തന്നെ ഭയങ്കര സങ്കടമായിരുന്നു നമ്മുടെ പ്രിയ പോയപ്പോഴുണ്ടല്ലോ. പ്രിയ പോയപ്പോൾ അത് റബേക്ക എങ്ങനെ ഈ ഒരു നമ്മുടെ പ്രിയയുടെ ആ ഒരു വിടവ് നികത്തിയെടുക്കും, നമ്മുടെ രേവതിയായിട്ട് നമ്മുടെ എന്താ പറയാ സച്ചയായിട്ട് ഒഴുകി പോകുമോ എന്നൊക്കെ കുറേയേറെ സംശയങ്ങൾ തന്നെയായിരുന്നു എൻ്റെ ഉള്ളിലോട്ടോ. പക്ഷെ ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ രേവതി റബേക്ക പൊള്ളി അഭിനയമാണ്. നമ്മുടെ സച്ചിയെ മതിൽക്കെട്ടിന്റെ പൊക്കത്ത് കൂടി ഇങ്ങനെ നോക്കുന്നതും ഇങ്ങനെ ഒരു കള്ളച്ചിരി ചിരിക്കുന്നതും അങ്ങനെ മുഖത്തേക്ക് നാണം വരുത്തുന്നതും അങ്ങനെ ഒരു കിടിലൻ അഭിനയം തന്നെ കേട്ടോ നമ്മുടെ റബേക്കയുടെ. അപ്പൊ എന്തായാലും എനിക്ക് പോകെ ഇപ്പൊ രേവതി നമ്മുടെ റബേക്കയായി മാറിക്കഴിഞ്ഞു. എൻ്റെ ഒരു മനസ്സിൽ ഇപ്പൊ നമ്മുടെ പ്രിയ പോയി തിരിച്ച് ആ ഒരു രേവതിയുടെ സ്ഥാനത്തേക്ക് റബേക്കയായി മാറിക്കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും കുറെ പ്രേക്ഷകർ ഇപ്പോഴും പ്രിയയെ കാത്തിരിക്കുകയാണ്. പ്രിയ വന്നാലേ ഞങ്ങൾ സീരിയൽ കാണുള്ളൂ, പ്രിയ വരാതെ ഞങ്ങൾ കാണില്ല, പ്രിയ വരുമോ അതിന് ഒരു ഉത്തരം തായോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കുറേയേറെ കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും പ്രേക്ഷകർ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഇനി ഒരിക്കലും പ്രിയ തിരികെ നമ്മുടെ ചെമ്പനീർ പൂവിലേക്ക് വരില്ല. നിങ്ങൾ പ്രിയയുടെ വരവും പ്രതീക്ഷിച്ചിരിക്കണ്ട. ചെമ്പനീർ പൂവ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ റബേക്കയെ രേവതിയായിട്ട് കണ്ടേ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ പ്രിയ വരാൻ കാത്തിരിക്കുകയാണെങ്കിൽ പിന്നെ ചെമ്പനീർ പൂവ് കാണേണ്ട ആവശ്യമില്ല. ഞാനത് തുറന്ന് പറയുക കേട്ടോ. നമ്മുടെ പ്രിയ ഇനി ഒരിക്കലും നമ്മുടെ ചെമ്പനീർ പൂവിലേക്ക് വരത്തില്ല കേട്ടോ. അത് 100% ഉറപ്പുള്ള സത്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മുടെ രേവതി ആയിട്ട് നമ്മുടെ റബേക്ക തന്നെയായിരിക്കും മുഴുനീളം പരമ്പരയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും റബേക്കയുടെ അഭിനയം ഭയങ്കരമായിട്ട് മികച്ചു വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഹോളി ആക്ടിംഗ് ആണ് നമ്മുടെ രേവതിയുടെ. എന്തായാലും ഇപ്പോൾ നിങ്ങൾ ഇപ്പൊ ഒരു കുറച്ച് ദിവസത്തെ എപ്പിസോഡ് ഒന്ന് എടുത്ത് നോക്കി, നമ്മുടെ റബേക്ക നമ്മുടെ രേവതിയായിട്ട് പൊളിച്ച് അടക്കി അഭിനയിക്കുന്നുണ്ട്. അടിപൊളി അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ പോകെ നോക്കിക്കോ, നിങ്ങളുടെ മനസ്സിൽ റബേക്ക രേവതിയുടെ ഒരു സ്ഥാനം പിടിച്ച് പറ്റിയിരിക്കും 100% എനിക്ക് ഉറപ്പാണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഇതിരിക്കും മുമ്പ് നമ്മുടെ ചന്ദ്രകാന്തത്തിൽ ഇതേപോലെ പഴയ നന്ദ, അതും ഒരു അന്യഭാഷാ നടി തന്നെയായിരുന്നു. ആ ഒരു നന്ദ പോയപ്പോഴും നമ്മൾക്ക് പ്രേക്ഷകർ ഇതേപോലെ തന്നെ കുറേയേറെ എന്താ പറയാ ആ ഒരു നടിയുടെ പേജിൽ പോയി മെസ്സേജ് ചെയ്യുന്നു. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ചന്ദ്രകാന്തത്തിന്റെ ഫുള്ളിങ്ങനെ മെസ്സേജിൽ ആ ഒരു സോഷ്യൽ മീഡിയ വരുന്ന പ്രൊമോയിലും വീഡിയോയിലും മൊത്തം ഇങ്ങനെ നമുക്ക് പഴയ നന്ദയെ വേണം എന്ന് പറഞ്ഞ ഫുള്ളിങ്ങനെ കമന്റുകളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു കുറച്ച് നാളായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഒരു പുതിയ നന്ദ നമ്മുടെയൊക്കെ മനസ്സിൽ കയറി പറ്റിയില്ല. ഇനി ഒരു പഴയ നന്ദയെ നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റാത്ത രീതിയിൽ നമ്മുടെ പുതിയ നന്ദ നമ്മുടെ മനസ്സിലൊക്കെ സ്ഥാനം പിടിച്ചു, എന്റെ മനസ്സിലൊക്കെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ രേവതിയായിട്ട് നമ്മുടെ റബേക്കയും ആ ഒരു അഭിനയത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിൽ തന്നെയല്ല നമ്മുടെ റബേക്ക കേട്ടോ. നമ്മുടെ രേവതിയായിട്ട് മികച്ച അഭിനയം തന്നെ നമ്മുടെ പ്രിയയോളം തുല്യമായിട്ട് തന്നെ നമ്മുടെ റബേക്ക അഭിനയിച്ചു പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു പഴയ നന്ദയെ മാറ്റി പുതിയ നന്ദയെ അക്സെപ്റ്റ് ചെയ്ത പോലെ തന്നെ മലയാളി പ്രേക്ഷകർ നമ്മുടെ പുതിയ രേവതിയായിട്ട് നമ്മുടെ റബേക്കയും ഇപ്പോൾ 100% അക്സെപ്റ്റ് ചെയ്യും. നിങ്ങളത് കണ്ടോ? നിങ്ങളിങ്ങനെ എപ്പിസോഡ് പോകെ കണ്ട് നിങ്ങളുടെ മനസ്സിലും ആ ഒരു രേവതിയുടെ സ്ഥാനത്ത് റബേക്ക ആയിരിക്കും വരാൻ പോകുന്നത്. 100% ഉറപ്പുള്ള ഒരു കാര്യം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഇതുപോലത്തെ പുതിയ അപ്ഡേറ്റ്സിനായിട്ടും റിവ്യൂസിനായിട്ടൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ബൈ.